ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ദിലുവിൻ്റെ മാരേജ് ഫംഗ്ഷൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 5 days ആയിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ആ 5 daysൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അത് ഒരൊറ്റ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിലുവിൻ്റെ ചെക്കൻ നാട്ടിലെത്തിയിട്ട് കല്യാണത്തിൻ്റെ ഒരു 1 week മുന്നൊക്കെ ആയിട്ടാണ് നാട്ടിലെത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തിയിട്ട് അവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സർപ്രൈസ് എൻട്രി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ സർപ്രൈസ് ആവുന്നത് നിങ്ങളൊന്ന് കണ്ടു. അപ്പോൾ എല്ലാവരും കൂടി ഈ ഒരു സർപ്രൈസ് കൊടുത്തപ്പം ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ അല്ല കേട്ടോ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവുമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ബാക്കിലേക്ക് നീങ്ങി പോകണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ കേസിലും. കല്യാണം ഉറപ്പിച്ചിട്ട ടൈമിൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് സർപ്രൈസ് ആക്കാൻ നോക്കിയതാട്ടോ. ഞാനും കുനെ കണ്ടപ്പോൾ തന്നെ ബാക്കിലേക്ക് നീങ്ങി പോവാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താണ് ഇങ്ങനത്തെ റിയാക്ഷൻ വരുന്നതെന്നുള്ള അറിയില്ല. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് റിയാക്ഷനൊക്കെ കാണില്ലേ, പക്ഷെ അതുപോലെ ഒന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ പിന്നെ ബ്രൈഡ് ടു ബി ഒക്കെ ആഘോഷിച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. പത്തിരി, പൊറോട്ട, ബട്ടൂറ, പിന്നെ അതിലേക്ക് പലതരത്തിലുള്ള കറിയും ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരും കല്യാണത്തിന് ഡാൻസ് പഠിച്ചാ? ആരാ നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിച്ചത്? ഓ അസാനായിട്ട് ഫുൾ കോറിയോഗ്രാഫി. റുവതാ അവിടെ ഇരുന്നിട്ട് കളിക്കണുണ്ട്. റുവ സൽമാനായിട്ട് ഭയങ്കര ഫ്രണ്ട് ആയിട്ടുണ്ട് കേട്ടാ. നിങ്ങളിപ്പോ കളിച്ച് കാണിച്ചു തരും എനിക്ക് കുറച്ച്. റുവ ബേബി ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടാ. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് എല്ലാവരും കമ്പനി ആയിട്ടുണ്ട്. ഈ കല്യാണം കൂടി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ആൾക്കാരെ ഒന്നിച്ച് കാണല്ലേ. അപ്പോൾ ചെക്കന്മാരിൽ സോനുവിനാണ് ഭയങ്കര കാര്യമായിട്ടുള്ളത് കേട്ടോ. എപ്പോഴും അവൻ്റെ അടുത്ത് പോവും. അതുപോലെ പെൺകുട്ടികളിൽ സൽമാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളെ കൂടെ തന്നെ ഫുൾ ടൈമും കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും ഡാൻസ് പ്രാക്ടീസിങ്ങിലാണ്. അപ്പോൾ എനിക്ക് കളിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ അവർ കളിക്കണം കണ്ടപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് അവൾക്കും ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ നിന്നിട്ട് ഇതേ ഒരേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കളിക്കണത് കാണാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഫുൾ എനർജി എടുത്തിട്ടാണ് കേട്ടോ അവൾ കളിക്കണുണ്ടായിരുന്നത്. ഇവരെ കൂടെ ഇവരുടെ കളി കഴിയണ വരെ ഫുള്ളും കളിക്കുക. അത് കഴിഞ്ഞിട്ടും അവരെത്ര പ്രാവശ്യമാണോ പ്രാക്ടീസ് ചെയ്യണത് അപ്പോഴൊക്കെ അവൾ നിന്നിട്ട് അവരെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവസാനം ടയേർഡായി കളിച്ചിട്ട്. ഇന്നത്തെ ഈ ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷനിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ആദ്യം വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ വിചാരിച്ചത് ചെറിയൊരു ഫംഗ്ഷൻ ആയാലും മൊത്തത്തിൽ ഇതും കൂടിയും ആഡ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ബ്രൈഡ് ടു ബി ഡേയിലെ വിശേഷങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലത്തെ പരിപാടിയാണ് സൂഫി നൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ വീട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ റെഡി ആവുകയാണ്. അപ്പോൾ സൂഫി നൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വെൽവെറ്റ് ഡ്രസ്സ് ഇടണം എന്നുള്ളതാണ് കോഡ്. അപ്പോൾ ഞാനും റുവ ബേബിയും പേർപ്പിൾ കളറാണ് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരേ മോഡലിലാണ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഉമ്മയാണ് എനിക്കും റുവാക്കൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. പിന്നെ ഇതേ അയിൻ ബേബി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വോയിസ് കൊടുക്കുമ്പോൾ അയിൻ ബേബിനെ കണ്ടിട്ട് അയിനുവിനെ ഇവിടെ കളിപ്പിച്ചോണ്ടിരിക്കണ റുവ ബേബി. എന്തേ അയിനുണ്ടാ വീഡിയോയിൽ? അയിനുണ്ടാ വിളിച്ചു നോക്കിയ അയിൻ വിളിച്ചു നോക്കിയ. ഞാനും റുവ ബേബി ഇതേ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞങ്ങൾ പിന്നെ എല്ലാവരും റെഡി ആയതിനു ശേഷം നേരെ ദിലുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന പരിപാടിയാണ്. അപ്പോൾ ക്യാമറാമാനൊക്കെ അവിടെ സെറ്റായി ഷൂട്ട് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും പോയപ്പോൾ വേഗം അതിൽ ജോയിൻ ചെയ്ത് പിന്നെ നമ്മൾ അങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ പിന്നെ ദിലുവിനെ സ്റ്റേജിൽ കയറ്റി. പിന്നെ ഫാമിലി ആയിട്ട് അവർ സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പിന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഓരോരോ ഫാമിലി ആയിട്ടും എല്ലാവരും സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുക്കാന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു ടൈമിലാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് തന്നെ ഉള്ളത് കാണുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ നേരെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ കാരണം അവിടേക്ക് പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രിങ്കൊക്കെ കുടിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന്. പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിലും വേറെ നമ്മൾ അവിടെ സൈഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കരുത്. പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് എടുത്ത് കറക്റ്റ് ഞങ്ങളെ ഫാമിലി ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അയൻ ബേബി ഭയങ്കര കരച്ചിലായി. അപ്പോൾ അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം കേട്ടോ ഞങ്ങളെ ഫാമിലി ഫോട്ടോ എടുത്തത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതേ കുട്ടീസ് എല്ലാവരും ടേബിളിന് ചുറ്റും ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാവരെയും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എല്ലാവരും മറ്റേ കുഞ്ഞ് നെറ്റിച്ചുട്ടിയൊക്കെ വെച്ചിട്ട് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ അവിടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ, റിസ, മിന്ന, സുമി നമ്മളെല്ലാവരും കൂടിയിട്ടും വേറെ ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനും പിന്നെ സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ റുവ ബേബിനെ ഇരുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് വാരി തിന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അസർവാമയുടെ വക പാട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലാണി നെഞ്ചിലെന്ന് മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനെ അങ്ങനെ പിന്നെ ഗാനമേളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അവർ കുറേ ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ നടന്നിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടും, എന്നിട്ട് എല്ലാവരും കൂടി പ്രാക്ടീസ് ചെയ്യും. അങ്ങനൊക്കെ ആയിട്ട് ഒരു 10-12 പാട്ടുകൾ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അവര് പഠിച്ചിട്ടുള്ളതാണ്. ഇവർ കളിക്കുന്ന ഈ ഒരു ഡാൻസിന്റെ സോങ് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം അടിപൊളിയായിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സോങ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും തെറ്റിക്കാണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സുമി, റിസ, മിന്ന ഒക്കെ കൂടിയിട്ട് അവരും ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിയിലൊക്കെ കഴിഞ്ഞിട്ട് കലാശക്കൊട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വൈബ് പാട്ടൊക്കെ വെച്ച് എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല തുള്ളലും ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സൂഫി നൈറ്റ് എൻജോയ് ചെയ്ത് നമ്മളെ വീട്ടിലുള്ള ലാസ്റ്റ് ഫംഗ്ഷനാണ് ഇത്. ഇനി നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് വെഡിങ് ഈവാണ്. അപ്പം അത് ഹാളിൽ വെച്ചിട്ടാണല്ലോ ആ ഒരു പരിപാടി ഉണ്ടാവുക. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 11th ആണ് കേട്ടോ. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്തോ. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി, ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ജൂലൈ 11th ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സർപ്രൈസ് ചെയ്യണമെന്നിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ഗിഫ്റ്റൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽ വന്നത് ഫുൾ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ, ആ ഡയറി മിൽക്ക് സിൽക്കൊക്കെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും മെയിൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു മൈക്ക് ആണ് കേട്ടോ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു മൈക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ സ്പ്രേയുടെ ബോട്ടിൽസ് ഉണ്ട്. നല്ല മണ്ണുള്ള സ്പ്രേ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വ്ളോഗ് മേറ്റ് 3യുടെ ഈ ഒരു മൈക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്ന് അൺബോക്സ് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. ഞാൻ പിന്നെ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് നല്ലൊരു മൈക്കായിട്ടാണ് ഫീൽ ചെയ്തത്.
എനിക്ക് ഫസ്റ്റ് അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള അറിയേണ്ടിരുന്നില്ല. ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ഒരു വ്ളോഗ് ഇത് യൂസ് ചെയ്തപ്പം അതിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ അതെങ്ങനെയാണ് അതില്ലാണ്ടാക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. ഇതിൻ്റെ സർപ്രൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിനോട് കുറേ താങ്ക് യു ഒക്കെ പറഞ്ഞ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തലേ ദിവസമാണ്, പക്ഷെ ഞങ്ങൾ ആരും കയ്യിൽ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. റിസമോളാണെന്നുണ്ടെങ്കിൽ ദിലുവിന് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ പിന്നെ അവളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടി. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലും റുവ ബേബിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം രാവിലെ തന്നെ റുവാക്ക് 2 സൈഡിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് 2 കൈയിലും. അതിനുശേഷം ഞാൻ ഒരു സൈഡിൽ ജസ്റ്റ് മൈലാഞ്ചി ഇട്ടിട്ട് അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും തിരക്ക് പിടിച്ച് നമുക്ക് നേരത്തോടെ തന്നെ ദിലുവിൻ്റെ വീട്ടിൽ പോവാം, അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവളായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ബ്ലൂ കളറിലാണ് അന്ന് ഡ്രസ്സിങ് ഒക്കെ ചെയ്യണത്. റുവ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളവന് മാച്ച് ആയിട്ടാണ് കേട്ടോ റുവ ബേബിക്ക് ഇന്ന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേര് ഒരു ഓറഞ്ച് ഷെയ്ഡിലും പിന്നെ കുറച്ച് കുട്ടീസ് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ റുവ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റുവാനെയും ഐൻ ബേബിനെയും കൂടിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്യാമറാമാൻ്റെ അടുത്ത് പറഞ്ഞ് ചെയറിലൊക്കെ ഇരുത്തിയിട്ട് അവർ രണ്ടുപേരെയും കൂടി ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനും ആണെന്നുണ്ടെങ്കിൽ തല നേരെ നോക്കണേ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ താഴെ നോക്കിയിട്ടാണ് ഫുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ രണ്ടുപേരെയും കൂടിയിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ദിലുവിനായിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ദിലുവിൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സെയിം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറയുന്നത് TMK റീജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാമിലി എല്ലാവരുമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ ഹാളിൻ്റെ ഉള്ളിൽ കയറി ദിലുവിനെ സ്റ്റേജിലൊക്കെ കയറ്റി. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓരോ ഫാമിലീസൊക്കെ ആയിട്ട് കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ തീരെ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അവളിങ്ങനെ കരയലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ചെറുതായിട്ട് ഗാനമേള കാര്യങ്ങളൊക്കെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റുവ ബേബിയുടെ ഈ ഡ്രസ്സും ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ഞാൻ ഫസ്റ്റ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് കണ്ടപ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്, പക്ഷെ കുട്ടികളെല്ലാവരും കൂടി ഇട്ടപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഐൻ ബേബിനെ പിന്നെ എൻ്റെ ഡ്രസ് കളറിനോട് മാച്ച് ആക്കിയിട്ട് ബ്ലൂ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് അതിനുള്ളത്. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി. എല്ലാവരും എത്തിയതിന് ശേഷം ഇപ്പോൾ ദിലുവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സും നമ്മളെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ട് ഒന്നിച്ച് ദിലുവിൻ്റെ ആ ഒരു എൻട്രി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ചെക്കന്മാരും പിന്നെ പെണ്ണുങ്ങളും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി പിന്നെ ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. റുവ ബേബിക്ക് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നല്ല സുഖമുള്ള ഒരു ഉടുപ്പിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇനി ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാലും അവരൊക്കെ ആയിട്ട് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, മറ്റേത് ഓറഞ്ച് ഷെയ്ഡാണല്ലോ, പിന്നെ കുറച്ച് പേര് മെറൂൺ ഷെയ്ഡ് ആയിരുന്നില്ലേ കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഡ്രസ്സാണ് കേട്ടോ വേറെ റുവാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുത്ത്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോഴും ഒക്കെ അവൾക്ക് ബുദ്ധിമുട്ടാണ്, ആ സ്കേർട്ടല്ലേ, അത് കാരണം കൊണ്ട് പിന്നെ മാറ്റി കൊടുത്തതായിരുന്നു. ഇതിട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ കുട്ടീസ് നമ്മളെ വീട്ടിലത്തെ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സെയിം ഡാൻസ് തന്നെ അവർ ഇപ്പോൾ തലേ ദിവസത്തെ പ്രോഗ്രാമിനും സ്റ്റേജിൽ കയറിയിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരെല്ലാവരും കൂടി കളിക്കണ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നെയ്ച്ചോറ്, പൊറോട്ട, ബീഫ് കറി, പിന്നെ വെജിറ്റബിൾ സ്റ്റ്യൂ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് വന്നപ്പോൾ പിന്നെ എല്ലാവരും സ്റ്റേജിൽ കയറി ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റുവാക്ക് സ്റ്റേജിൽ കയറണം എന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റുവാനായിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറി. റുവ മോള്
ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്റ്റേജിൽ കയറിയിട്ട്. നമ്മളുടെ തലേന്നത്തെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി. ഒരുവിധ ആൾക്കാരൊക്കെ പോയിക്കണ്, നമ്മളുടെ ടീംസ് മാത്രമുള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് തലേന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നിക്കാഹ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെയാണ് ഫംഗ്ഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നേരെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെയിം ഹാളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ നിക്കാഹ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടാണ് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓൾറെഡി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗൊക്കെ ഇട്ടിട്ടുള്ള കാരണം നിങ്ങൾ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതാണ് എൻ്റെ നിക്കാഹ് ഡേയിലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഞാനൊരു പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പീച്ച് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് മിക്ക ആൾക്കാരും ഉണ്ടാവുക, നമ്മളെ ഗേൾസ്. പിന്നെ ബോയ്സൊക്കെ ഒരു ബീച്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ദിലും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവളും കയറിയിരുന്ന്. അത് കഴിഞ്ഞ് കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ചെക്കനും എത്തി. അപ്പോൾ പിന്നെ എൻട്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ നിക്കാഹ് ടൈം ആയപ്പോഴത്തേക്കും താഴൊക്കെ കംപ്ലീറ്റ്ലി ഫില്ലായി ആൾക്കാരായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ മുകളിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ചൂണ്ടലിൽ നിന്ന് നമ്മളെ ടീംസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ജസ്റ്റ് ഫോട്ടോവും വീഡിയോ ഒക്കെ അവിടെ ഇരുന്നിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ ദിലുവിനെ സ്റ്റേജിൽ കയറ്റുന്ന ആ ഒരു എൻട്രി ഒക്കെ എടുക്കണത്. അപ്പം ഞാൻ പിന്നെ അസീമിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ പാടി കൈ കൊട്ടിയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ദിലുവിനെ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ അടുത്തത്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവരെല്ലാവരും ആയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ആപ്പിൾ കപ്പ് ഉണ്ടാക്കിയിട്ട് അടിപൊളി ലുക്കീമത്തും അതുപോലെ തന്നെ മൈസൂർ പാക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവിടെ ഒരു സൈഡിൽ ചായ ഉണ്ടാക്കിയിട്ട് അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പോൾ ഞാനും അവരെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, റുവ ബേബിക്കും ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഡെസേർട്ടൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം വന്നപ്പോഴാണ് പിന്നെ സ്റ്റേജിൽ നമ്മളെ താലികെട്ടൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആൾക്കാരൊക്കെ പോയി ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും വന്നിട്ട് ഡെസേർട്ട് കഴിക്കലും അതുപോലെ ചായ കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അയിൻ ബേബിക്ക് വിശന്നപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. റുവാക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, സമ്മാനം ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും അവളെ കൂടെ തന്നെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവളായിട്ട് ഇവിടെ ഒക്കെ നടന്ന് കളിക്കുകയാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അന്ന് തന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് ദിലും ചെക്കനും കൂടി പോകുമ്പോൾ അവരെ കൂടെ പോകണത് ആരെങ്കിലും പോകണം. അപ്പോൾ ഞാനും അതുപോലെ അംഷിയും യസീഫ്ക്കും ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി പണി കൊടുക്കൽ പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിൽ പണിയൊക്കെ കൊടുത്ത് അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ റിസപ്ഷനാണ്, അത് അവരുടെ അവിടെ ഉണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതേ കമർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് റിസപ്ഷൻ നടക്കുന്നത്. വൈകുന്നേരമായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മൾ
അകത്തേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഈ പുറത്തത്തെ ഈ ഒരു വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു റെഡ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ കയറി അപ്പോൾ തന്നെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാ അവർ കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ നമ്മൾ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ടും പല ഐറ്റംസ് ഉണ്ടായിരുന്നു, ലുക്കീമത്ത്, അതേപോലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഡെസേർട്ടും കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പോൾ റുവ ബേബിക്ക് കണ്ടപ്പോൾ അതിലിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരൊക്കെ കൂടെ അതിലിരുന്ന് കുറച്ച് ടൈമൊക്കെ കളിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയത് കേട്ടോ, സ്റ്റേജുള്ള അവിടേക്ക്. അങ്ങനെ പിന്നെ അവിടെ കയറി ഇരുന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ദിലും പിന്നെ ചെക്കനും കൂടിയിട്ടുള്ള അവരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, രണ്ടുപേരെയും കൂടിയിട്ട് നല്ലൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഇവരുടെ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റും പിന്നെ മൊത്തത്തിൽ ഈ ഒരു സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്കായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു 5 ഡേ വെഡ്ഡിങ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.